ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പം അത് നോമ്പ് തുറക്കുന്നതിന് വേണ്ടി ഞാൻ ഷാർജ റെഡിയാക്കാൻ വേണ്ടി എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ചീരത്തോരൻ നമുക്ക് നോമ്പ് കഞ്ഞിക്ക് ചീരത്തോരനും ഫിഷ് ഫ്രൈയുമാണ് നല്ലൊരു കോമ്പിനേഷൻ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള വിഭവമാണ്. നോമ്പ് കഞ്ഞിയോടൊപ്പം ഫിഷ് ഫ്രൈ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് നോമ്പ് കഞ്ഞി ഇവിടെ അടുത്ത് പള്ളിയിൽ നിന്ന് കൊണ്ടുവരും. നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ്. ചുക്കും ഇഞ്ചിയും എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു വെജിറ്റബിൾ ബിരിയാണിയുടെ ഒരു ടേസ്റ്റാണ് നമുക്ക് നോമ്പ് കഞ്ഞിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നോമ്പ് കഞ്ഞിയോടൊപ്പം ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ദിവസം ഉണ്ടാകും ഇവിടെ. പിന്നെ അതുപോലെ ഇന്ന് കാപ്പിക്ക് വേണ്ടി ഞാൻ പത്തിരിയാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. പത്തിരിയും മുട്ടക്കറിയും. അപ്പോൾ അതിനുവേണ്ടി വെള്ളം തിളപ്പിച്ച് തേങ്ങയും മാവും എല്ലാം വേണ്ടിയിട്ട് കുഴച്ച് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചു. മുട്ടക്കറിയും ഇതിനിടയ്ക്ക് റെഡിയാക്കിയായിരുന്നു. ഈ സമയം തന്നെ ഹസ്ബൻഡ് നാരങ്ങ വെള്ളവും പിഴിഞ്ഞ് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചായിരുന്നു. അപ്പം ഒരു 6:30 മണിയോടുകൂടിയാണ് നമുക്ക് ബാങ്ക് വിളിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായി തന്നെ എല്ലാ വിഭവങ്ങളും ടേബിളിൽ നിരത്തിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നോമ്പ് തുറക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഫിഷ് ഫ്രൈയും ചീരത്തോരനും നോമ്പ് കഞ്ഞിയും പത്തിരിയും മുട്ടക്കറിയും എല്ലാം ഷാർജയും എല്ലാമായിട്ട് ഫ്രൂട്ട് സലാഡും കൂടെ ഉണ്ട്. എല്ലാം കൂടെ ചേർത്ത് ടേബിളിൻ്റെ പുറം എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു നോമ്പ് തുറയായിരുന്നു ഇന്നത്തേത്. അപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ ഇഫ്താർ വിഭവമാണിത്. അത് കഴിഞ്ഞ് നാളത്തേക്കുള്ള നോമ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും പിടിക്കാൻ വിധി ഉണ്ടാകട്ടെ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.